ഹലോ കൂട്ടുകാരെ, എൻ്റെ വീട്ടിലെത്തിയതിന് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ, എൻ്റെ ബ്രദേഴ്സും ചേച്ചിയും മാരും പിന്നെ കുട്ടിയായിട്ട് ചേച്ചിയുടെ മോളും മാത്രമേ ഉള്ളേ. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഹോസ്റ്റലിലും ദൂരെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ഫുള്ള് ഔട്ടിങ് മാതിരി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ റോഡ് വഴിയായിട്ട് യാത്ര പോകുന്നതിലും നല്ലത് വാട്ടർ മെട്രോ വഴി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത്. ഞാനും അങ്ങനെ ഭയങ്കര ത്രില്ലിലാണ്. ഞങ്ങളെല്ലാവരും കൂടെ യാത്ര തിരിച്ചു. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് നല്ല ഡ്രസ്സെല്ലാം വാങ്ങിത്തരാം, ഫുഡെല്ലാം വാങ്ങിത്തരാമെന്ന് ഓഫർ ചെയ്തിരുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി അവരുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ട് പോവാണ് കേട്ടോ. പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ഈ മൂത്ത ബ്രദറും വൈഫും ചേച്ചിയും കൂടെ ഇതുപോലെ സ്കൂളിലെല്ലാം ഞാൻ പഠിക്കുന്ന ടൈമിൽ എന്നെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകായിരുന്നേ. ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷമാണിത്. അതുപോലെ അവർ യാത്ര ചെയ്യുമ്പോഴെല്ലാം എന്നെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായ പോലുള്ള അത്രയും സന്തോഷം തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നിയത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വാട്ടർ മെട്രോയിൽ കയറി വല്ലാർപാടം, നമുക്ക് ഇതിൽ പോണ വഴിയായിട്ട് നമുക്ക് വല്ലാർപാടം ടെർമിനൽ, മുളവുകാട്, പിന്നെ ബോൾഗാട്ടി പാലസ് ഇതിനരികിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അതുവഴിയായിട്ട് നമുക്ക് ഹൈക്കോർട്ടിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് കേരളത്തിൽ കൊച്ചിയിൽ ഈ നടപ്പിലാക്കിയത്. കൊച്ചിക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണിത്. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കായലിൽ കൂടെ നമ്മൾ കടലിലെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് 40 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 40 രൂപ ചിലവഴിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് സിറ്റിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതും അങ്ങനെ ഒന്നും കിട്ടത്തില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉള്ള നല്ല ഒരു ജേണി ആയിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. കായലിൻ്റെ അരികത്തൂടെ കണ്ടൽക്കാടുകളുടെ പച്ചപ്പും ഭംഗിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നഗരത്തിലേക്ക് ഒട്ടും ബ്ലോക്കില്ലാതെ ഒരു 20 മിനിറ്റ് കൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് ഹൈക്കോർട്ടിലോട്ട് എത്തിപ്പെടാൻ പറ്റും. കൊച്ചിയിലെ കായലിലൂടെയുള്ള അതിശയകരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ആശ്വാസകരമായ യാത്ര വാഗ്ദാനം ചെയ്യുന്ന വാട്ടർ മെട്രോ 5 റൂട്ടുകളിലാണ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഹൈക്കോടതി, ബോൾഗാട്ടി, മുളവുകാട്, വടക്ക് മുതൽ തെക്ക് ചിറ്റൂർ വരെ, വൈപ്പിൻ ഹൈക്കോർട്ട്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ, വൈറ്റ്ല, കാക്കനാട്, ഹൈക്കോടതി, ഫോർട്ട് കൊച്ചി ഇതുവരേക്കുമാണ് ഈ സൗകര്യങ്ങൾ ഉള്ളത്. ഏറ്റവും മനോഹരമായ റൂട്ട് ഹൈക്കോടതി, വൈപ്പിൻ, ഹൈക്കോടതി, ഫോർട്ട് കൊച്ചി റൂട്ടുകളാണ്. നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഈ വാട്ടർ മെട്രോയിൽ ഇറങ്ങിയിട്ട് ബീച്ചിലോട്ട് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ സായാഹ്നങ്ങൾ വന്ന് അവിടെ ചെലവഴിക്കാൻ പറ്റും. ഹൈക്കോർട്ടിൽ നിന്ന് ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഫോർട്ട് കൊച്ചിയിലോട്ട് ഈ വാട്ടർ മെട്രോ ബോട്ടുകൾ അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് 40 രൂപ ചിലവഴിച്ച് ഫോർട്ട് കൊച്ചിയിലെത്തി നിങ്ങളുടെ സായാഹ്നങ്ങൾ വളരെ നന്നായിട്ട് ബീച്ചിൽ പോയി ആസ്വദിക്കാൻ പറ്റും. ബീച്ചിലോട്ട് അവിടെ നിന്ന് വളരെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. കേരള സർക്കാരിൻ്റെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് ഈ വാട്ടർ മെട്രോ സർവീസ് തോന്നിയത്. 16 റൂട്ടുകളും 38 ടെർമിനലുകളുമാണ് ഈ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉള്ളത്. ഇത് 10 ദ്വീപ് സമൂഹങ്ങളെ പ്രധാനമായിട്ടും ബന്ധിപ്പിക്കും. 2016 നിർമ്മാണം ആരംഭിച്ച വൈറ്റ്ലയ്ക്കും ഇൻഫോ പാർക്കിനും ഇടയിൽ ആദ്യ റൂട്ട് 2021 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബോട്ട് മെട്രോ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയതായും ഇതിനെ വിശേഷിപ്പിക്കുന്നു. കൊച്ചി പ്രധാനമായും കായലുകളാൽ ചുറ്റപ്പെട്ടതും
അറബിക്കടലിൻ്റെ അതിർത്തിയുമായി കിടക്കുന്നതുമാണ്. നൂറുകണക്കിന് ജലപാതകളാൽ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദത്തോടെ ഒരു മാർഗമായിട്ട് വാഗ്ദാനം ചെയ്യുന്നു. വില്ലിംഗ്ടൺ, കുമ്പളം, വൈപ്പിൻ, ഇടക്കൊച്ചി, നെട്ടൂർ, വൈറ്റ്ല, ഏരൂർ, കാക്കനാട്, മുളവുകാട് എന്നിവിടങ്ങളിലെ ദ്വീപുവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ വാട്ടർ മെട്രോ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ 8 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളുമായി ഹൈക്കോടതി മുതൽ വൈപ്പിൻ വരെയും വൈറ്റ്ല മുതൽ കാക്കനാട് വരെയും 2 റൂട്ടുകളിലായിട്ടാണ് വാട്ടർ മെട്രോ യാത്ര ആരംഭിച്ചത്. 2024 മാർച്ച് 14 2 പുതിയ റൂട്ടുകളും 4 സ്റ്റേഷനുകളും ഉദ്ഘാടനം ചെയ്തു. ഒരു റൂട്ട് ഹൈക്കോടതി സ്റ്റേഷനിൽ നിന്ന് സൗത്ത് ചിറ്റൂരിലോട്ടും ബോൾഗാട്ടി, മുളവുകാട്, നോർത്ത് വഴിയും മറ്റൊന്ന് സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരാനെല്ലൂരിലേക്കും ആണ്. കേരളത്തിൽ ഈ വാട്ടർ മെട്രോ സർവീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ്. ഇത് 100% സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, ആളുകൾക്ക് പൊതുവെ ജനങ്ങൾക്ക് ഇത് വളരെ സഹായകരമായിട്ടുള്ള ഒരു ഇതുകൂടിയാണ്. കാരണം നമുക്ക് ബ്ലോക്കിൽ പെടാതെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു 20 മിനിറ്റ് കൊണ്ട് ഏറ്റവും തുച്ഛമായ കാശിൽ നമുക്ക് സിറ്റിക്കുള്ളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുമാത്രമല്ല, ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും ഇത് വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. എന്തു തന്നെയാണെങ്കിലും എനിക്കിത് വളരെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, കേരളത്തിൽ ഈ പദ്ധതി ഹിറ്റായതോടുകൂടി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ ഉള്ള സർക്കാരുകൾ ഇതുപോലുള്ള വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇത് ഒരു മികച്ച യാത്രാ അനുഭവമാണ്. അതായത് മെട്രോ ട്രെയിനിലേതുപോലെ തന്നെ സമാനമായിട്ടുള്ള സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കൊച്ചിക്കാർ വാട്ടർ മെട്രോയെ 2 കൈയും നീട്ടി സ്വീകരിച്ചത്. ബോട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ജയലക്ഷ്മിയിലോട്ടാണ്. ജയലക്ഷ്മി പോയിട്ട് ചേച്ചിമാർ സാരി നോക്കുമ്പോഴേക്കും സാരിയൊന്നും നമുക്ക് ശരിയാവില്ലപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ചുരിദാർ സെക്ഷനിലോട്ട് ഓടി. ചുരിദാർ നിറയെ തപ്പിപ്പിടിച്ച് ഒരു 2 ചുരിദാർ എടുത്ത്. 2 ചുരിദാർ ഹസ്ബൻഡിനെ കാണിക്കുമ്പോൾ 2ഉം നല്ലതാണ്, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് തോന്നി ചുരിദാറിനേക്കാളും നല്ലത് ജീൻസ് ടോപ്പാണ്. അതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കണേന്ന് തോന്നി. അങ്ങനെ ഞാൻ കീഴേ ഫ്ലോറിലേക്ക് ഓടി. അവിടെ പോയിട്ട് 3 ജീൻസ് ടോപ്പ് എടുത്ത്. ചുരിദാർ വേണ്ടെന്ന് വെച്ച് കേട്ടാ ഞാൻ. അതിന് ശേഷം അപ്പോഴേക്കും ചേച്ചിമാർ സാരിയും ചുരിദാറെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഹോട്ടൽ അബാദിലേക്ക് പോയി. 2 ചുരിദാർ ഹസ്ബൻഡിനെ കാണിച്ചു. 2ഉം നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എടുത്തില്ല. അബാദിൽ പോയിട്ട് ഞങ്ങൾ സൂപ്പ്, സമുദ്ര സദ്യ, ബിരിയാണി, പിന്നെ നിറയെ ഡിഫറെൻറ്റ് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു. കുറേ സമയം 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് വൈകിട്ട് 5 മണിയുടെ ട്രെയിനായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ചെന്നൈയിലോട്ട് തിരിച്ചു വന്നാൽ വീണ്ടും ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാവും. അപ്പോൾ വീട്ടിൽ പോയി തിരിച്ച് വന്നേ പിന്നെ ട്രെയിനിൽ കയറിയിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ മൂഡ് ഔട്ടായിട്ടിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ശങ്കര 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് ഇന്നലെ വന്നു അവൻ. അങ്ങനെ അവൻ വന്നതുകൊണ്ട് എനിക്ക് ആ മൂഡ് ഔട്ടിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റി. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കലും തിരക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഓക്കേ, ബൈ.